മണിപ്പൂർ കലാപത്തിൽ സ്ഥിതിവിവര റിപ്പോർട്ട് തേടി സുപ്രീംകോടതി. കലാപത്തിൽ കത്തിച്ചതും കൊള്ളയടിക്കപ്പെട്ടതുമായ സ്വത്തുക്കളുടെ വിവരമാണ് തേടിയത്. കേസിലെ പ്രതികൾക്കെതിരെ സ്വീകരിച്ച നടപടികളും വിശദീകരിക്കണം. ബി ബാലഗോപാലുണ്ട് വിവരങ്ങൾ നൽകാൻ. ബാലു, സുപ്രീംകോടതിയുടെ ഇടപെടൽ എത്രത്തോളം പ്രാധാന്യമുള്ളതാണ്? മണിപ്പൂർ കേസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട പൊതുതാൽപര്യ ഹർജി പരിഗണിക്കുന്ന ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന, ജസ്റ്റിസ് സഞ്ജയ് കുമാർ എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് ഈ നിർദ്ദേശം. ഈ മണിപ്പൂരുമായി ബന്ധപ്പെട്ട, അതായത് നിലവിൽ ഈ കത്തിക്കപ്പെട്ട വീടുകൾ, അതുപോലെ തന്നെ കൊള്ളയടിക്കപ്പെട്ട സാധന സാമഗ്രികൾ തുടങ്ങിയവയുടെയൊക്കെ വിവരങ്ങൾ ഒരു മുദ്രവച്ച കവറിൽ തങ്ങൾക്ക് കൈമാറണമെന്നാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. സംസ്ഥാന സർക്കാരിനാണ് ഇത്തരത്തിലൊരു നിർദ്ദേശം ഇപ്പോൾ സുപ്രീം കോടതി നൽകിയിരിക്കുന്നത്. ഈ സമീപകാലത്തുണ്ടായ കലാപത്തിൽ കത്തിച്ചതും കൊള്ളയടിപ്പിക്കപ്പെട്ടതുമായ സ്വത്തുക്കളുടെ ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് കൈമാറാൻ വേണ്ടി ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. ഈ കേസുകളിലെ പ്രതികൾക്കെതിരെ സ്വീകരിച്ച വിവിധ നടപടികൾ വിശദീകരിക്കണമെന്നും സംസ്ഥാന സർക്കാരിനോട് ഈ സുപ്രീം കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനുവരി 20 ഈ കേസ് വീണ്ടും പരിഗണിക്കുവാനാണ് സുപ്രീം കോടതി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിനിടെ നേരത്തെ സുപ്രീം കോടതി രൂപീകരിച്ച ജസ്റ്റിസ് ഗീതാ മിത്തലിന്റെ അധ്യക്ഷതയിലുള്ള സമിതി സുപ്രീം കോടതിക്ക് തങ്ങളുടെ റിപ്പോർട്ട് കൈമാറുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഏതാണ്ട് 34ഓളം റിപ്പോർട്ടുകൾ കേന്ദ്ര സർക്കാർ ഈ കോടതിക്ക് കൈമാറിയിട്ടുണ്ട് എന്നാണ് അവരുടെ അഭിഭാഷകർ ഇന്ന് കോടതിയിൽ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വിശദമായ വാദം കേൾക്കൽ ജനുവരി 20 നടക്കുക. ശരി, ബി ബാലഗോപാൽ ഡൽഹിയിൽ നിന്നും മണിപ്പൂർ കലാപത്തിൽ സ്ഥിതി വിവര റിപ്പോർട്ട് തേടിയിരിക്കുകയാണ് സുപ്രീം കോടതി.